നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ രണ്ടാം വട്ട സമാധാന ചർച്ച പാകിസ്ഥാനിൽ നടക്കാൻ പോവുകയാണ്. എന്തായാലും ആദ്യ ചർച്ച പരാജയപ്പെട്ടതുപോലെ തന്നെ രണ്ടാമത്തെ ചർച്ചയും പരാജയപ്പെടും എന്നുറപ്പാണ്. പാകിസ്ഥാന് ഇത്തവണയും സെറീന ഹോട്ടലല്ല, ഇനി ഏത് ഹോട്ടലാണെങ്കിൽ തന്നെ അവിടെ ബില്ലടയ്ക്കാൻ കാശ് കിട്ടാത്ത ഒരു അവസ്ഥയാവും. അല്ല, ഇനി പാകിസ്ഥാന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ട്രംപിൻ്റെ പോക്കറ്റിൽ കൈയിട്ടെടുത്ത് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരു രക്ഷയുമില്ല. പാകിസ്ഥാന് ഒരു രീതിയിലും ഈ ചർച്ചയെ വിജയിപ്പിക്കുവാനേ കഴിയില്ല. കാരണം ഇസ്രായേൽ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു അന്താരാഷ്ട്ര ഭീകരവാദ രാജ്യത്തെ ഈ ചർച്ചയ്ക്ക് കൂട്ടിയിട്ട് ഈ ചർച്ച ബലവത്തായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനേ കഴിയില്ല. ഇനി അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹോർമൂസിൽ അമേരിക്കയുടെ ഉപരോധം തുടരുന്നിടത്തോളം കാലം, അതോടൊപ്പം തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നിടത്തോളം കാലം, അവർക്ക് ഈ ചൈനയുടെയും റഷ്യയുടെയും സഹായം കിട്ടുന്നിടത്തോളം സമയം ഈ ചർച്ചയ്ക്ക് ഒരു രീതിയിലുള്ള ഒരു അന്ത്യവും സംഭവിക്കാൻ പോകുന്നില്ല. ഇറാൻ ഒരു രീതിയിലും ഒരു ഒത്തുതീർപ്പിനും വഴങ്ങുവാനും പോകുന്നില്ല. കാരണം ഇറാൻ ആവശ്യത്തിനുള്ളൊരു പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇറാനെ മുച്ചൂടും മുടിക്കുക എന്നത് മാത്രമാണ് ഇതിൽ, അതായത് അല്ലെങ്കിൽ IRGCയെ മുച്ചൂടും തകർക്കുക എന്നുള്ള പദ്ധതി മാത്രമേ ഇതിനകത്ത് വിജയിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചുറപ്പിച്ചതും. അതായത് IRGCയെ ഹമാസിനെ എങ്ങനെയാണോ തകർത്തത് അതുപോലെ തന്നെ IRGCയെ തകർക്കും. മുജ്തബ ഖമാനായി വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. മുജ്തബ ഖമാനി മരണപ്പെട്ടോ എന്നറിയില്ല, കൊല്ലപ്പെട്ടോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും മുജ്തബ ഖമാനായി തിരിച്ചു വരില്ല. ഇനി ഉള്ളത് IRGCയാണ്. IRGCയെ ഈ രീതിയിൽ ഉന്മൂലനം ചെയ്തേ മതിയാകൂ. അല്ലാതെ വേറെ ഒരു രക്ഷയും ഇതിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുവാനേ യാതൊരു രീതിയിലുള്ള വഴിയുമില്ല. വഴികളെല്ലാം തന്നെ അടഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നിതാ അമേരിക്ക ഇറാൻ്റെ ഒരു ചരക്ക് കപ്പൽ, അവരുടെ എഞ്ചിൻ റൂം തകർത്ത് അതിനെ കീഴടക്കേണ്ട ഏകദേശം 900 മീറ്റർ വലിപ്പമുള്ള വലിയ ഒരു ചരക്ക് കപ്പൽ തന്നെയാണ്. വലിയ പടുകൂറ്റൻ ചരക്ക് കപ്പൽ. ആ ചരക്ക് കപ്പലിനെ അമേരിക്ക കീഴടക്കുകയുണ്ടായി. എന്തായാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് ഈ ചർച്ചയിലേക്ക് പിന്നീട് പോവുക? മൻഹാൻ 7, മൻഹാൻ 3 തുടങ്ങിയ മൈനുകൾ ഇപ്പോഴുമുണ്ട്. ഇന്നലെയും അമേരിക്ക ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഡീമൈനിങ് ഓപ്പറേഷൻസ് ഹോർമൂസിൽ നടത്തുകയുണ്ടായി. ഇനി ഈ ഹോർമൂസിനെ സംബന്ധിച്ചിടത്തോളം പോലും ഹോർമൂസിന് സമാന്തരമായി ഒരു സമുദ്രപാതയുടെയും കൂടി ആവശ്യകതയുണ്ട്. ഒരുപക്ഷെ ഈ ലാറക് ദ്വീപിൽ നിന്ന് കുറച്ച് അകലെയായിട്ട്, അതായത് ഖാർഗിൽ നിന്ന് കുറച്ചപ്പുറത്തായിട്ട് ലാറക് ദ്വീപുണ്ട്. ലാറക് ദ്വീപിൽ നിന്ന് അപ്പുറത്തായിട്ട് ഈ ഒരു സമാന്തരമായൊരു പാത നിർമ്മിക്കുകയും ഇവരെ വളരെ കൃത്യമായിട്ട്, അതായത് ഈ IRGCയെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തേ മതിയാകുള്ളൂ. IRGCയെ തകർത്തല്ലാതെ ഈ മേഖലയിലേക്ക് സമാധാനം ഉണ്ടാകുകയില്ല. കാരണം IRGCയും അപ്പുറത്ത് ഹൂതികളും ഈ ബാബലൽ മന്ദബിലെ ഹൂതികളും, ഈ രണ്ട് വിഭാഗത്തെയും തകർത്തല്ലാതെ ഈ മേഖലയിലേക്ക് സമാധാനം കൊണ്ടുവരുവാനേ സാധിക്കുകയില്ല. എന്തായാലും ഇന്ത്യയുടെ പടക്കപ്പൽ കൂടി ഈ ഭാഗത്തേക്ക് ഇനി അധികം വൈകാതെ എത്തുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ കപ്പലിന് നേരെയാണ് ഇറാൻ വെടിയുതിർത്തത്. എന്തായാലും ഇന്ത്യ അത് ക്ഷമിക്കും എന്ന് തോന്നുന്നില്ല. ഇന്ത്യ സഹനത്തിൻ്റെ എല്ലാ മാർഗ്ഗങ്ങളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അധിക നാളൊന്നും ഈ മാർഗം ഇന്ത്യ മാറ്റിവെക്കുന്ന ഒരു പദ്ധതിയില്ല. കാരണം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇറാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് പിന്നീട് ഒരിക്കൽ കൂടി ഹോർമൂസ് അടച്ചിടുവാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അണിനിരന്നിട്ടുണ്ട്. കാരണം ഇറാൻ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യം ചെയ്യില്ലായിരുന്നു. കാരണം എല്ലാവരും അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞ സമയത്താണ് ഇറാൻ വീണ്ടും തന്നെ ഈ തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത്. എന്തായാലും ഈ പ്രവൃത്തി ചെയ്തത് അമേരിക്കയ്ക്ക് ഗുണകരവും ഇറാന് ദോഷവുമായുള്ള അവസ്ഥയിലൂടെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു പരിതസ്ഥിതിയിലാണ്. ഈ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ കളി കളിക്കുന്നതെല്ലാം. സാധാരണ ജനങ്ങൾ നേരത്തെ തന്നെ പണപ്പെരുപ്പം മൂലം സാമ്പത്തികമായി ആകെ തകർന്ന് അവർക്ക് ദൈനംദിന ചെലവുകൾ പോലും നടത്തുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. 45,000-ഓളം പേരെ ഇറാൻ കൊന്നൊടുക്കി. ഖമനായി ഭരണകൂടം കൊന്നൊടുക്കി. ഇറാൻ്റെ എല്ലാ ഫാക്ടറികളും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്തിട്ടു. സ്റ്റീൽ ഫാക്ടറി ആയിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിക്കോട്ടെ. ഇന്നിതാ വീണ്ടും ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഇറാൻ്റെ പാലങ്ങളെ അപ്പാടെയും തകർക്കും, ഇറാനെ കത്തിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുമുണ്ട്. കാരണം ഇതൊരു എസമെട്രിക് യുദ്ധമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ശക്തിയുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. അതുകൊണ്ട് തന്നെ ഇറാന് ഇവരെ നേരിടുവാനായിട്ട് സാധിക്കില്ല. അധിക നാളൊന്നും
ചൈനയും റഷ്യയും ഒന്നും ഇവരെ പിന്തുണയ്ക്കുവാൻ പോകുന്നില്ല. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത്ര സഹായം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ആവശ്യമുള്ളിടത്തോളം കാലം മാത്രമേ ഇറാനെ സഹായിക്കുകയുള്ളൂ. പക്ഷേ ഇറാന് ഇത് മനസ്സിലാകുന്നതേയില്ല. ഇറാന് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, IRGCയുടെ സ്വാർത്ഥപരമായ താല്പര്യം കാരണം അവിടുത്തെ ജനത കഷ്ടപ്പെടുവാൻ പോവുകയാണ്. എന്തായാലും അധിക നാളൊന്നും ഇറാനിന് ഇങ്ങനെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ അതിനോടകം തന്നെ ഇറാൻ മുച്ചൂടും നശിക്കപ്പെടുന്നൊരവസ്ഥയാത്തും ISIS കൂടി ഈ മേഖലയിൽ ശക്തി പ്രാപിക്കുന്നതോടുകൂടി അവിടുത്തെ ജനതയുടെ താളം തന്നെ തെറ്റുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും ഉടനടി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നമുക്കിതിൻ്റെ അകത്തുള്ള ഒരേ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുവാനോ പറയുവാനോ ഉള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.